പ്രധാനമായും നമ്മൾ ഇൻഫിനിറ്റി ഫ്രീ ഓഫ് കോസ്റ്റിലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ലിമിറ്റേഷൻസ് എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കൊമേഴ്ഷ്യലായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇൻഫിനിറ്റിയിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും അഭികാമ്യം. ബിക്കോസ് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ലിമിറ്റേഷൻസ് എന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. അതിൽ സ്റ്റോറേജിൽ നമുക്ക് ലിമിറ്റേഷൻസ് വന്നേക്കാം. 5 GB ഡിസ്ക് സ്പേസ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ കൂടുതൽ നമുക്കതിൽ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ലിമിറ്റേഷൻസ് വന്നേക്കാം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ അകത്ത് ബാൻഡ്വിഡ്ത്തിലും ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടായേക്കാം. ബാൻഡ്വിഡ്ത്ത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു മെഷേർഡ് എമൗണ്ട് ഓഫ് ടൈമിൽ ഒരു കണക്ഷനിലൂടെ അത്രയും വോളിയം ഓഫ് ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യുന്നതിന് നമുക്ക് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ലിമിറ്റേഷൻസ് വന്നു കഴിയുമ്പോൾ കൂടുതൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ കണക്ഷൻസിൽ ഇൻറ്ററപ്ഷൻസ് ഉണ്ടായിട്ട് ടെമ്പററി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് അവൈലബിൾ അല്ലാത്ത ഒരവസ്ഥയൊക്കെ വന്നേക്കാം. അതാണ് അടുത്തത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇമെയിൽ ഹോസ്റ്റിംഗ് അവൈലബിൾ ആയിരിക്കില്ല. ഫ്രീ ഓഫ് കോസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ജിമെയിലോ യാഹൂ പോലുള്ളൊക്കെ ഫ്രീ ഇമെയിൽ സർവീസസ് അല്ലാതെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ലൈക്ക് വിത്ത് ആ ഡൊമൈൻ നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇമെയിൽ ഹോസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, digitalmarketing.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് എങ്കിൽ support@digitalmarketing.com എന്നായിരിക്കും. നമുക്ക് അങ്ങനെ ഇമെയിൽ ഹോസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇൻഫിനിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഇമെയിൽ ഹോസ്റ്റിംഗ് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് സപ്പോർട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻഫിനിറ്റി ഫ്രീയിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടിരിക്കില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള ഹോസ്റ്റിംഗ് പ്ലാൻസ് ചൂസ് ചെയ്ത് ഒരു ഡൊമെയിൻ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.